ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് സഭാമാതാവ് നമുക്കിന്ന് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. സുവിശേഷത്തിൽ യേശുവും ശിഷ്യന്മാരും ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയാണ്. അവിടെ വെച്ച് യേശു തൻ്റെ ശിഷ്യന്മാരെ താൻ അനുഭവിക്കുവാൻ പോകുന്ന സഹനങ്ങളെയും കുരിശുമരണത്തെയും ഉദ്ധാനത്തെയൊക്കെ കുറിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് സെബെദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിനോട് ഒരു ആഗ്രഹം പറയുന്നത്. യേശു സ്വർഗത്തിലെത്തുമ്പോൾ അവരിൽ ഒരാളെ യേശുവിൻ്റെ വലത്തുവശത്തും മറ്റൊരുവനെ യേശുവിൻ്റെ ഇടത്തുവശത്തും ഇരുത്തണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. യേശുവിന് ഏറ്റവും കൂടുതൽ വേദന തോന്നിയ ഒരു സമയമായിരിക്കാം അത്. കാരണം തൻ്റെ പീഡനങ്ങളെയും കുരിശുമരണത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ സ്വർഗത്തിൽ ഏതു സ്ഥാനം ലഭിക്കുമെന്ന വ്യഗ്രതയാണ്. അവൻ്റെ സഹനത്തെക്കുറിച്ചോ കുരിശുമരണത്തെക്കുറിച്ചോ അവർക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല. യേശു അവരോട് ചോദിക്കുകയാണ്, ഞാൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ഞാൻ സ്വീകരിക്കാനിരിക്കുന്ന സ്നാനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ? അപ്പോഴവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. യേശു പറയുകയാണ്, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾ കുടിച്ചേക്കാം, ഞാൻ സ്വീകരിക്കാൻ പോകുന്ന സ്നാനം നിങ്ങൾ സ്വീകരിച്ചേക്കാം. പക്ഷേ എൻ്റെ വലത്തുവശത്തിരിക്കണമോ ഇടത്തുവശത്തിരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് പിതാവായ ദൈവമാണ്. പ്രതിഫലമൊന്നും കൂടാതെ ദൈവത്തെ സേവിക്കണം എന്ന് യേശു അവരെ പഠിപ്പിക്കുകയാണ്. പ്രതിഫലം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പരിപൂർണതയിൽ നാം ചെയ്തു തീർക്കുക. എന്നിട്ട് യേശു അവരെ എളിമയുടെ പാഠം പഠിപ്പിക്കുകയാണ്. യേശു പറയുകയാണ്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. യേശു ഇത് പറഞ്ഞത് സെബെദീപുത്രന്മാർ ഇപ്രകാരം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടല്ല. സുവിശേഷത്തിൽ നാം വായിക്കുകയാണ്, സെബെദീപുത്രന്മാർ ഇപ്രകാരം ഒരു ആഗ്രഹം യേശുവിനോട് പ്രകടിപ്പിച്ചപ്പോൾ മറ്റുള്ള ശിഷ്യന്മാർക്ക് അവരോട് അമർഷം തോന്നി. മറ്റുള്ളവരുടെ ആഗ്രഹത്തിൽ, മറ്റുള്ളവരുടെ വളർച്ചയിൽ നമുക്ക് അമർഷം തോന്നാറുണ്ടോ? നമുക്ക് അസൂയ തോന്നാറുണ്ടോ? യേശു പറയുകയാണ്, നിങ്ങൾ എളിമപ്പെടുക. മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ സ്വയം താഴ്ത്തുവാൻ കഴിയുമ്പോഴാണ് നാം ശരിക്കും ക്രിസ്തുവായിട്ട് മാറുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം. നാം പലപ്പോഴും നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രതിഫലം ആഗ്രഹിച്ചാണോ ചെയ്യാറുള്ളത്? ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രതി പൂർണ്ണ മനസ്സോടെ പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ അവന് വേണ്ടി വേല ചെയ്യുവാൻ നമുക്ക് സാധിക്കാറുണ്ട്. രണ്ടാമതായി, നമ്മുടെ സഹോദരന്മാരുടെ വളർച്ചയിൽ, അവരുടെ ആഗ്രഹങ്ങളിൽ നമുക്ക് അമർഷവും അസൂയയും തോന്നാറുണ്ടോ? നല്ലവനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.